ദിലീപിന്റെ പുതിയ പടമായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒരു പ്രൊമോഷൻ ഇവന്റിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കാണ്. സോ അതൊരു വേണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ആദ്യം പേര് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് ഓൺലൈൻ മീഡിയാസ് വഴി ആദ്യം കുഞ്ചാക്കോ ബോബനിലായിരുന്നു, പിന്നെ പൃഥ്വിരാജ്, അങ്ങനെ ലാസ്റ്റിലാണ് നിവിൻ പോളി ആണെന്ന് കൺഫേം ആയത്. എന്താണ് ശരിക്കും നടന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അരുൺ വർമ്മ ഡയറക്റ്റ് ചെയ്ത ബേബി ഗേൾ അതിന്റെ പ്രൊഡ്യൂസറായിട്ട് വരുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ്. സോ ആദ്യം ഈ പടം ഉദ്ദേശിച്ചത് കുഞ്ചാക്കോ ബോബനെ വെച്ചിട്ടാണ് പടം ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എന്തോ കുഞ്ചാക്കോ ബോബന്റെ ഒരു ഡേറ്റ് കാരണം ആ ഒരു ഫിലിം നിന്ന് പിന്മാറുകയായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് ചെറിയൊരു ടൈം ഫ്രെയിമിലാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ നിവിൻ പോളിനെ ഈ പടം വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിവിൻ പോളി ഈ ഒരു പടം ചെയ്യാമെന്ന് അംഗീകരിക്കുകയും ചെയ്തു. നിങ്ങൾ എന്തായാലും ഓൺലൈൻ മീഡിയാസ് വഴി കണ്ടിട്ടുണ്ടാവും. ആ പടത്തിന്റെ പൂജ കാര്യങ്ങൾക്ക് നിവിൻ പോളി വന്നതും എല്ലാം കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്, ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നിവിൻ പോളിയുടെ അടുത്ത് പറയുമ്പോൾ, നിവിൻ പോളി ഓൾറെഡി സത്യൻ അന്തിക്കാടിന്റെ മകനായ അഖിൽ സത്യന്റെ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓൾറെഡി ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ട് അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ ഒരു പടത്തിനെ കുറിച്ചിട്ട് നിവിൻ പോളിയുടെ അടുത്ത് പറയണത്. എന്നാൽ ഫിലിമിന്റെ പൂജ, അതായത് ബേബി ഗേളിന്റെ പൂജ ഇതൊക്കെ കഴിഞ്ഞതിന് ഷൂട്ടിംഗ് തുടങ്ങിയ ശേഷം ലിസ്റ്റിൻ സ്റ്റീഫൻ നിവിൻ പോളിയുടെ അടുത്ത് പറയുകയാണ്, അതായത് പ്രയോറിറ്റി കുറച്ചും കൂടി ഈ ഫിലിമിന് വേണ്ടിയിട്ട് നൽകേണ്ടി വരുമെന്ന്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് അഖിൽ സത്യൻ ഓൾറെഡി തനിക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നിവിൻ പോളിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പടമായിരുന്നു. എന്നാൽ ബേബി ഗേൾ അങ്ങനെ ആയിരുന്നില്ല. ബേബി ഗേൾ ഓൾറെഡി കുഞ്ചാക്കോ ബോബന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ഡിസൈൻ ചെയ്തൊരു പടമാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഏപ്രിൽ 27 ഷൂട്ടിംഗിന്റെ ഇടയിൽ നിവിൻ പോളി ഈ ഒരു സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ ഒരു സംഭവത്തിന് ശേഷമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ അങ്ങനെ ഒരു റെസ്പോൺസ് ആയിട്ട് വന്നത്. അതിന്റെ റിപ്ലൈ ആയിട്ടാണ് നിവിൻ പോളിയുടെ ഈ ഒരു റെസ്പോൺസ്. ഞാൻ വരുന്ന വഴി ഒരു ഫ്ലെക്സ് ബോർഡ് കണ്ടു. അപ്പം ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: നല്ല ഹൃദയം ഉണ്ടാവട്ടെ എന്നുള്ളൊരു ഹോർഡിങ്സ് ആണ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അതാണ്. നമുക്കെല്ലാവർക്കും ഒരു പരസ്പരം സ്നേഹത്തിലും സമാധാനത്തിലും നല്ല ഹൃദയമുള്ള ആളുകളായി ജീവിക്കാൻ പറ്റിയാൽ വളരെ നല്ല കാര്യമാണ്. അങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട്. അങ്ങനെ എല്ലാത്തവരെയും നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന, അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരങ്ങൾ മുഴക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ആൾക്കാരും നമ്മൾ മുമ്പിൽ കാണുന്നുണ്ട്. അതുമാത്രമല്ല, ഫിലിം ചേംബറും പിന്നെ അമ്മ അസോസിയേഷൻ എല്ലാം ലിസ്റ്റിൻ സ്റ്റീഫൻ എടുത്ത ഈ ഒരു നിലപാടിന് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞതാണോ അതോ നിവിൻ പോളി ചെയ്തതാണോ, ഏതാണ് ശരിയായിട്ട് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമന്റ് ചെയ്യണേ.